നമസ്കാരം. നാം 2 ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ആരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ചർച്ച ചെയ്യാനൊന്നും സമയമില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം സ്കൂളുകളും കോളേജുകളും തുറക്കാൻ പോകുന്ന സമയം, കുട്ടികളുടെ അഡ്മിഷൻ, പണത്തിന് നെട്ടോട്ടമാടുന്ന ഒരു ആണ് ഇന്ന് കേരളത്തിലുള്ളത്. ആ അവസ്ഥയിലാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഈ തരുണത്തിലാണ് നമ്മളുടെ പണം കൊണ്ട്, നമ്മുടെ നികുതി പണം കൊണ്ട് നമ്മൾക്ക് വേണ്ടി, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന റോഡുകളും പാലങ്ങളും തകരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഞെട്ടലില്ലെങ്കിലും അതിശയമെങ്കിലും നിങ്ങൾക്ക് തോന്നേണ്ടതാണ്. തോന്നുന്നില്ലെങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുവാൻ ബാധ്യസ്ഥരല്ല, മറ്റെവിടെയെങ്കിലും പോകേണ്ടവരാണ്. കാരണം ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാം നമ്മളെ ബാധിക്കുന്നതാണെന്നുള്ള ബോധമാണ് നമുക്ക് വേണ്ടത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഒന്നും തന്നെ, ഭരിക്കുന്ന ആളിൻ്റെ നിറമോ ജാതിയോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. നമ്മുടെ രാജ്യസ്നേഹത്തിനോടൊപ്പം തന്നെയാണ് രാജ്യത്തിൻ്റെ വികസനവുമെന്ന് ചിന്ത നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ട കാലം അനിവാര്യമായിരിക്കുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് കേരളത്തിലെ NH 66 നിർമ്മാണ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഏകദേശം 5000 കോടി രൂപയോളം കൊടുത്തിട്ട് ഭൂമി എടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അത് 100% പോലും, അതായത് മുഴുവൻ പൈസയും വിവിധ എടുത്തു കൊടുത്ത ചിലവാക്കിയ ചില സംസ്ഥാനങ്ങൾ, തൊട്ടടുത്തുള്ള പഞ്ചാബുണ്ട്, നമ്മുടെ പശ്ചിമ ബംഗാളുണ്ട്, കർണാടകയുണ്ട്, ആന്ധ്രയുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ആ സ്ഥാനത്താണ് നമ്മളൊരു 50% വരുന്ന, അല്ല അതിനടുത്ത് വരുന്ന ഒരു തുകയ്ക്കുള്ള റോഡ് വസ്തുവിനുള്ള പണം കൊടുത്തത്. ഈ പണം കൊടുത്ത സമയത്ത് തന്നെ 2013 അന്ന് മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് വരെ 60,000 രൂപയായിരുന്നു ഒരു സെൻറ്റിന് കൊടുക്കാവുന്ന പരമാവധി വില. 2013 മൻമോഹൻ സിംഗ് ഇത് മാർക്കറ്റ് വില കൊടുക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹൈവേ ഡിസൈൻ ചെയ്ത് വന്ന സമയത്ത് എൻ്റെ സംശയമാണ്, മറ്റു പലരും പറഞ്ഞതാണ്, തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രദേശങ്ങളിലൂടെ അതിനെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ നാഷണൽ ഹൈവേ 66 തകർന്നതിന് ശേഷം പറയുന്നത് അവിടുത്തെ മണ്ണിലെ ജലാംശം വറ്റിച്ചതിന് ശേഷം മണ്ണിടാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. വെള്ളവും മണ്ണൂടെ ചേർന്നാൽ ഒട്ടിപ്പിടിച്ചിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. ഇവിടെ ഇതിനെ എഴുതിയ റീറ്റെയിൻ വാൾ, 2 സൈഡിലും കെട്ടിയ വാളുകൾ ഭിത്തി 10, 50, 100 അടി ഉയരത്തിൽ കെട്ടിവെച്ച സമയത്ത് ചെറിയ കനത്തിലുള്ള 9, 10 ഇഞ്ച് കനത്തിലുള്ള കട്ട വെച്ചാണ് കെട്ടിയിട്ടുള്ളത്. അതപ്പോൾ തകർന്നു പോകാതിരിക്കുമോ? മണ്ണിൻ്റെ മണ്ണിൽ എന്തെങ്കിലും കെമിക്കൽ ഇട്ടെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിവശം ഊർന്നു പോകുന്നത് നമുക്കറിയാം. മണ്ണ് ഊർന്നു പോകുന്ന ഒരു വസ്തുവാണ്. വിശേഷിച്ച് കേരളത്തിലെ പല സ്ഥലങ്ങളിലെ മണ്ണുകൾ ലൂസ് സോയിലാണ്, അവ മഴ പെയ്യുമ്പോൾ പോകും. അതുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് PWDയെയും ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് അതിശയം വരുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചയിലും നാഷണൽ ഹൈവേ അതോറിറ്റിയോടും കോൺട്രാക്ടർമാരോടും ഞാൻ സംസാരിക്കാറുണ്ടെന്നാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മഹൂദ് റിയാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതനുസരിച്ചാണ് അദ്ദേഹം എല്ലാ ആഴ്ചയിലും നമ്മുടെ ചെലവിൽ ഈ ഹൈവേയിലൂടെ യാത്ര ചെയ്ത് നല്ല സ്ഥലം, പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ റീൽസ് എടുത്ത് ഇട്ട് നമ്മളെല്ലാം ഞാനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്, ഞാനാണ് ഇതിൻ്റെ പിതാവ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും ഈ രാജ്യത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച്, ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെയും പിതൃത്വം ഏറ്റെടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരനും ഒരു ഭരണാധികാരിക്കും അവകാശമില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒരുതരം ഫ്ലെക്സ് വികസനമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഫ്ലെക്സിലാണ് വികസനം എന്നിരിക്കുന്നത്. വികസനം എന്ന് പറയുന്നത് ജനത്തിന് അനുഭവവേദ്യമാകുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ വികസനമാകുന്നതെന്നുള്ള തോന്നൽ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ എലിവേറ്റഡ് ഹൈവേ വേണ്ട സ്ഥലങ്ങൾ എലിവേറ്റഡ് ഹൈവേ നടത്താതെ മണ്ണിട്ട് ഉയർത്തി ഒരു വെള്ളം ഒഴുകി പോകുന്ന സമയത്ത് മതിൽ പണിഞ്ഞ് അല്ലെങ്കിൽ വരമ്പ് പണിഞ്ഞ് വെച്ചതാണ് ഇതിന് തകർച്ചയ്ക്ക് മറ്റൊരു കാരണം. വെള്ളം മണ്ണിൽ ചെന്നിട്ട് മുട്ടുമ്പോൾ വെള്ളത്തിൻ്റെ ശക്തി അനുസരിച്ച് മണ്ണ് കുറേശ്ശെ അലിഞ്ഞു പോകും. അപ്പോൾ ഇടിഞ്ഞു വീഴുന്നുള്ള സ്വാഭാവികമാണ്. ഇനി തൊട്ടടുത്ത വസ്തുവിലെ പല വീട്ടുകാരൻ്റെയും 2 നിലയുടെ മണ്ടയിൽ കൂടാണ് ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീടുകൾ മുങ്ങിപ്പോകും ചില സമയത്ത്. അങ്ങനെ സംഭവിക്കാമായിരുന്നു. എന്തായിരുന്നാലും ഇതിനകത്ത് എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഹൈവേയുടെ പ്രവൃത്തി കോൺട്രാക്ട് എടുത്തിരിക്കുന്ന വിവിധ കമ്പനികളാണ്. അതിലൊരു പ്രധാന കമ്പനിയാണ് അദാനിയാണ് ഒരു പ്രധാന കമ്പനി. ആ കമ്പനി 1838 കോടി രൂപയുടെ കോൺട്രാക്ട് അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ എടുത്തിട്ടുണ്ട്. 1 കിലോമീറ്റർ പണിയുന്നതിന് 45 കോടി രൂപയാണ് അവരുടെ എസ്റ്റിമേറ്റ്, അവർക്ക് കൊടുത്തിരിക്കുന്ന തുക. ആ തുക ഈ പറയുന്ന 1838 കോടി രൂപയ്ക്ക് കിട്ടിയ എടുത്ത കോൺട്രാക്ട് 1 കിലോമീറ്റർ 45 രൂപയ്ക്ക് ചെലവഴിച്ച് പണിയാമെന്ന് പറഞ്ഞ കോൺട്രാക്ട് 1 കിലോമീറ്ററിന് 23 കോടി രൂപ വെച്ച് 971 കോടി രൂപയ്ക്ക് മറ്റൊരു കമ്പനിക്ക് മറിച്ചു വിറ്റു. അപ്പം ഒന്നും ചെയ്യാതെ, അതായത് മണ്ണും ചരിയുന്നവൻ പെണ്ണിനെയും കൊണ്ടുപോയതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് 900 കോടി രൂപ അദാനിയുടെ ഫണ്ടിലേക്ക് ചെന്നു. അദാനിക്ക് ചുമ്മാതെ കിട്ടി എന്ന് നിങ്ങൾ ഓർക്കണം.
ചുമ്മാതല്ല ഇലക്ട്രൽ ബോണ്ട് കൊടുത്തത്, ചുമ്മാതല്ല ഇവരുടെയൊക്കെ ഇലക്ഷൻ ഫണ്ടിന് ഇവർ പൈസ കൊടുക്കുന്നത്, ചുമ്മാതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒറ്റ ഉദാഹരണം പറയാം. 1984 തോന്നുന്നു, അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടുത്തെ ജനങ്ങളുടെ വികസനത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒന്നും നടക്കുന്നില്ല, വെറുതെയുള്ള ട്യൂബ് ലൈറ്റും വാട്ടർ പമ്പും ഒക്കെയുള്ള, വെള്ളവും കറണ്ടും ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഡൽഹിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും സെൻട്രൽ ഗവൺമെൻറ് 100 രൂപ കൊടുക്കുമ്പോൾ അതിൽ 85% രൂപയും മധ്യവർത്തികൾ അടിച്ചു മാറ്റുകയാണ്, അതുകൊണ്ട് ഇതിന് മാറ്റം വരണമെന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്ത് രാജ് നിയമം കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് 3-2 ഭൂരിപക്ഷം ഒന്നും ഉണ്ടായിരുന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെ പാർലമെൻറ്റിൻ്റെ 2ാമത്തെ സഭയിൽ, അതായത് രാജ്യസഭയിൽ ചെന്നപ്പോഴത്തെ അവിടുത്തെ മുതുക്കം കോൺഗ്രസ്സുകാരെല്ലാം കൂടി ചേർന്ന് നശിപ്പിച്ച് നാറാണക്കിട്ട് പരാജയപ്പെടുത്തിയ കഥയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കോൺട്രാക്ടർമാരും ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരുമായുള്ള ഒരു കൂട്ടുകെട്ടാണ്, ഒരു നെക്സസാണ് ഇവിടുത്തെ ഈ തരം പ്രവൃത്തികളുടെ പരാജയത്തിന് കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. 1 ലക്ഷം രൂപയുടെ ഒരു കോൺട്രാക്ട് പഞ്ചായത്തിൽ നടക്കുമ്പോൾ 15% വാർഡ് മെമ്പർക്കും 15% അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വരുമ്പോൾ ബാക്കി 50% പണി നടക്കൂ. ഈ കോൺട്രാക്ടർ പൈസ വേണ്ടേ? 20% ലാഭം അയാൾക്ക് വേണ്ടേ? അപ്പോൾ എവിടെയാണ് പണി നടക്കുന്നത്? ഇനി ഇവർ ആരെയാണ് കുറ്റം പറയുന്നത്? കോൺട്രാക്ടർ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? 1838 കോടി രൂപയ്ക്ക് കോൺട്രാക്ട് എടുത്താൽ അത് 971 കോടി രൂപയ്ക്ക് മറ്റൊരു കമ്പനിക്ക് മറിച്ച് വിറ്റാൽ അവിടെ നടക്കുന്ന പ്രവൃത്തി എത്ര കോടി രൂപയുടെ ആയിരിക്കും? അതാണ് സംഭവിച്ചത്. എലിവേറ്റഡ് ഹൈവേ വേണ്ടടുത്ത് എലിവേറ്റഡ് ഹൈവേ തന്നെ നിർമ്മിക്കണമായിരുന്നു, അത് ചെയ്തില്ല. റീൽസ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. റീൽസ് ഇടുമ്പോഴൊന്നും ഈ സംസ്ഥാനത്തിന് വിജയം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റീൽസിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം. ഈ അടുത്ത വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഹൈവേ 66 ഞങ്ങളുടെ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ച്, കഴിഞ്ഞ പ്രാവശ്യം 2021 കിറ്റ് കൊടുത്തതിൻ്റെ പേര് പറഞ്ഞ് വോട്ട് പിടിച്ച പോലെ അങ്ങനെ പറയുവാനുള്ള വ്യഗ്രതയിൽ ചില ചാനലുകളും ചില പത്രങ്ങളും ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു ദാരുണമായ അടി റീൽസ് ഇട്ടവർക്കൊക്കെ വന്നത് എന്നാണ് നാം ഓർക്കേണ്ടത്. വീട്ടിലേക്ക് തന്നെ പോകാവുന്ന രീതിയിൽ നല്ലൊരു കച്ചവടക്കാരൻ എപ്പോഴും നല്ല സാധനങ്ങളും അതിൻ്റെ ലാഭവിധം വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കും. അച്ഛനും മക്കളും എല്ലാം ചേർന്ന് കച്ചവടം നടത്തുമ്പോൾ മോൻ്റെ കടയിൽ നല്ല കച്ചവടം നടക്കണമെന്നായിരിക്കും അച്ഛൻ വിചാരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും സ്വന്തം വീട്ടിലേക്ക് പോയതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടത്തിന് കാരണം. ഇപ്പോൾ നാഷണൽ ഹൈവേ 66 വികസന ഇപ്പോൾ നടന്ന വികസനത്തിനുണ്ടായ പാളിച്ചകൾക്ക് ആർക്കും ഉത്തരവാദിത്വമില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു മന്ത്രിയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി. കാര്യങ്ങൾ തുറന്നു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം പോലും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ കാര്യത്തിൽ എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം അറിഞ്ഞൊരു വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ദുരന്ത നിവാരണ സമിതി ഒക്കെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു അതൊക്കെ മടക്കി വെച്ചേരെ, കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്നാണ് പറഞ്ഞത്. 2026 ഇലക്ഷൻ റിസൾട്ട് വരുന്നിടം വരെയെങ്കിലും നിന്നാൽ മതിയെന്നാണ് വിചാരിച്ചിരുന്നതെങ്കിൽ അതാണ് ഇതിന് പറ്റിയ ഏറ്റവും വലിയ അമളി എന്നുള്ളതാണ് സത്യം. മഹാദുരന്തങ്ങൾ കാത്ത് നമ്മുടെ ജനങ്ങൾ കാത്തിരിക്കാതെ ഈ റോഡുകൾ അതിന് മുമ്പ് തന്നെ പോയതിൽ സന്തോഷിക്കുകയാണ് ആ നാട്ടിലുള്ള ആൾക്കാർ വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. 1000, 100, 150 അടി ഉയരത്തിൽ റോഡ് പണിഞ്ഞു വെച്ചാൽ 2 നില കെട്ടിടത്തിൻ്റെ 3 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ വെള്ളം വന്നു നിന്ന് കുറേശ്ശെ വീടും പോയി റോഡും പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിനെ നമ്മൾ സ്നേഹിക്കുന്നു, രാജ്യത്തെ സ്നേഹിക്കുന്നു, ഭടന്മാരെ സ്നേഹിക്കുന്നു. രാജ്യസ്നേഹം ഓരോ ഇന്ത്യൻ പൗരൻ്റെ ഉള്ളിലുണ്ട്, ജാതി മത ഭേദമന്യേ. അത് സത്യസന്ധമായ ഒരു ഗാനമാണ്. ഇന്ത്യൻ ദേശീയ പതാക കാണുമ്പോൾ നമുക്ക് ദേശീയതാ ബോധമുണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെപ്പറ്റിയും നിങ്ങൾ ബോധം വരാൻ പാരാകണം. 33 രൂപയ്ക്ക് 35 രൂപയ്ക്ക് കിട്ടാവുന്ന പെട്രോൾ 106 രൂപയ്ക്കും 28-30 രൂപയ്ക്ക് കിട്ടുന്ന കിട്ടാവുന്ന ഡീസൽ 98 രൂപയ്ക്കും മേടിക്കുന്നത് ഈ നാട്ടിലെ റോഡുകൾ പണിയാനാണെന്നും 15 വർഷത്തെ ടാക്സ് ഒന്നിച്ചു കൊടുക്കുന്ന റോഡുകൾ പണിയാനാണെന്നും ആണ് നമ്മുടെ ബോധമെങ്കിൽ ഇതിൻ്റെ ഈ കാരണങ്ങളെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. നിങ്ങളുടെ അയൽക്കൂട്ടങ്ങളിൽ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ, കൂട്ടുകുടുംബങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബുകളിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെടണം. നാടിൻ്റെ വികസനം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ആ നാട്ടിൽ വികസനമുണ്ടാകൂ, ജനങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നുവെന്ന് ഭരണാധികാരിക്ക് തോന്നുകയുള്ളൂ. അതിലേക്കാവട്ടെ നമ്മുടെ അടുത്ത കാൽപ്പ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.